എന്നാ എന്താടാ അണ്ണനെ കപ്പിൾസിനെല്ലാം 5 കോടി വെച്ച് കൊടുക്കുമ്പോ സിംഗിൾ ആയിട്ടുള്ള എനിക്ക് വിഷമാവുന്നണ്ണ. അയ്യോ എനിക്കും അണ്ണാ വിഷമാവണ്ടേടാ. എനിക്ക് ആരും പൈസ പോലും തരാനില്ല. ഞാൻ സിംഗിളുവാ. അണ്ണ ഗ്യാങ് ഫണ്ട് അപ്പൊ അത് അണ്ണല്ലേ എണ്ണ തരുന്നത്. നീ അതിന് ഈ വട്ടം ഗ്യാങ് ഫണ്ട് തന്നോ? തന്നു 40ഓളം. 40ഓളം. ആ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആ, നിനക്കൊരു പെണ്ണ് സെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ പൈസ തരാം. ആ, അത് മതി അത് മതിയല്ലോ. ഒരു മിനിറ്റ്. ബാ, ബാ, ബാ. ഹലോ ഹലോ വാസു വാസുണ്ണ ആരാ? എവിടെയാ വാസുട്ടാ? ഹലോ എടാ വികാരപരിതനായിട്ട് ആരാടാ എന്നെ വിളിച്ച ഈ രാത്രിയില്? ചന്ദ്ര എവിടെ? ഇതേതോ അടിയിട്ടാ. അണ്ണ മൈ ഗേൾഫ്രണ്ട് കാറ്റി. ഹലോ ഹായ് ഹായ്, കുട്ടിയുടെ പേരെന്താ? എന്റെ പേര് കാറ്റിപ്പൂച്ച. കാറ്റി ചുട്ടുമണി പൂച്ച. പേര്. എടാ നീ എന്തോ ആ കൊച്ചിന് കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, അത് വയ്യാണ്ടിരിക്കുന്ന അല്ലല്ല, ഇറക്കിക്കോ, കുഴപ്പമില്ല. എപ്പോഴാ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയ എപ്പോഴാ? ഞങ്ങളൊരു ഞാനൊരു എടി, നല്ല നല്ല പയ്യനെ കിട്ടും നിനക്ക്. അല്ല നിങ്ങൾ തമ്മിൽ എപ്പോഴാ സെറ്റ് ആയത്? അല്ല, ഞങ്ങള് കുറച്ചു നാളായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. അതെ, എപ്പോഴാ റിലേഷൻഷിപ്പിലായത്? എപ്പോഴാ? ഇവര് പ്രപ്പോസ് ചെയ്തു. എപ്പം? ഒരു 2 ദിവസം. 2 ദിവസം മുമ്പ്. എപ്പോഴാ അക്സെപ്റ്റ് ചെയ്തേ? അതെ, കുറച്ചേരം എപ്പോഴാ അക്സെപ്റ്റ് ചെയ്തേ? ഇന്ന് കുറച്ചേരം മുന്നേ. അയ്യോ, പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞല്ലോ. നല്ല നാച്ചുറൽ ആയിട്ടുണ്ട്. നാച്ചുറൽ. എന്റെ പാവം ഗേൾഫ്രണ്ട് എന്നെ. അല്ല, അങ്ങനൊന്നും ഇല്ല. ആ സ്നേഹം കൊണ്ടാ അല്ലേ ചുട്ടുമണി. 3 മാസത്തോ ഫ്രണ്ട്സ് തന്നെ. ഏബലിന്റെ നമ്പർ ഒന്ന് കാണാൻ പറഞ്ഞേ. ഞാൻ നമ്പർ കാണാതെ പഠിച്ചിട്ടില്ല. സേവ് ചെയ്ത നമ്പർ പറഞ്ഞ, സേവ് ചെയ്ത നമ്പർ പറഞ്ഞ കേക്കട്ടെ. എന്റെ സേവ് ചെയ്ത നമ്പർ മൊബൈലിൽ ഒരു കോള. ഇവളുടെ നമ്പർ എന്ന് പറഞ്ഞേ. ഇവിടെ നമ്പർ എന്ന് പറയുമ്പോ അല്ലെ എന്റെ നമ്പർ ഇവിടെ പറഞ്ഞാ ഷെയർ പോരെ? ഷെയർ ഷെയർ ചെയ്തോ, ഷെയർ ഏബിൾ ഷെയർ ചെയ്തേ. ഒരു മിനിറ്റ്, ഒരു കോൾ. ഹലോ എനിക്കൊരു കോള് വരുന്നു. ഹലോ വാസുണ്ണ ഇതാരാ? സുഖാണോ? സുഖമാ. എന്തെയ്യാ, തിരക്കാണോ? ടർഫിന്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോവാൻ നിക്കുക. ആണോ? ശരി, എന്നാ നടക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ, പിന്നെ വിളിക്കുക. സംസാരിക്കുക, കുറച്ച് സംസാരിക്കുക. അല്ല, നിങ്ങള് ബുദ്ധിമുട്ടായില്ലേ? അതിന്റെ ഓപ്ഷൻ കാര്യങ്ങൾ പേരെന്തായിരുന്നു? അത് ഞാൻ പറയൂല, പിന്നെ പറയാം. എന്നെ എക്സൈറ്റഡ് ആക്കല്ലേ. പേര് പറഞ്ഞിട്ട് വരുമോ? അയ്യോ, നമുക്ക് പിന്നെ പരിചയപ്പെടാൻ നേരിട്ട്. അപ്പൊ ഞാൻ പറയാം. എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? നമ്പർ എന്റെ കൂട്ടുകാരൻ്റെ കിട്ടി. ഏത് കൂട്ടുകാരൻ? അത് പറഞ്ഞപ്പോ നിന്നെ കണ്ടുപിടിക്കത്തില്ലേ? എന്തോ ടർഫൊക്കെ കിട്ടിയോ? ഇല്ല, വിളിക്കാൻ പോണം. വിളിക്കാൻ പോണ? ഏത് ടർഫാ വിളിക്കുന്നേ? ഏത് ഗ്യാങ്ങിനാ വിളിക്കുന്നത് എന്നെ? അടി ട്രാപ്പ് വെച്ച് കാര്യങ്ങൾ ചോർത്താനുള്ള പരിപാടിയാണോ? ഞാൻ സിറ്റിസണാ. എന്തോ ഇങ്ങനെ പറയുന്നേ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. എടാ, ഒന്ന് ഹലോ പറഞ്ഞേടാ. ലക്ഷ്യം ഒന്ന് ഹലോ പറഞ്ഞേ. നീ മുഖം പൊത്തിയേക്കുവായിരുന്നല്ലേ? ഞാൻ ഓർത്ത് നിന്റെ ചെവി ഫോണായിരിക്കും. ആ, പറഞ്ഞു. കഴിച്ചായിരുന്നോ? കഴിച്ചു. കുട്ടി കഴിച്ചു. കഴിച്ചു. എന്താ കഴിച്ചേ? ഞാൻ അടുത്ത ബർഗർ ഷോട്ടിൽ നിന്ന് ബർഗർ ഷോട്ടിൽ നിന്ന് ബർഗർ കഴിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ വിളിക്കാവേ. ഓക്കെ, ശരി. ഞാനൊരു റോബറുടെ ഇടയിലാ. ഒലിച്ചിറങ്ങുന്നറാ ഈ ഇതിലെ വേസ്റ്റ് ബിന്നിലെ ഇത് ഫുള്ള് വേസ്റ്റ് ഒക്കെ ഫുള്ള് ഒലിച്ചിറങ്ങുന്നു. എടാ, നമുക്ക് ഇതിന് പോവാൻ സമയം. വാ. ആ, എന്നാ പോവാം. മാവേ ഫുഡ് കഴിച്ചായിരുന്നോ? ഏട്ടാ, എനിക്ക് ബർഗർ തായേട്ടാ.
എന്നാ വാവയ്ക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും പൈസ ഇല്ല. ഇല്ല എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ആയി പോകുന്നത്? അണ്ണാ എനിക്ക് വിശ്വാസം വരെ. എന്റെ മോബി ഞാനൊരു കാര്യം പറഞ്ഞത് നിന്റെ അടുത്ത്, നീ ഒരു A ക്ലാസ് ഉണ്ടയാണ്, പറയാതിരിക്കാൻ വയ്യ. നിന്നെ കണ്ട ഇതെല്ലാം പഠിക്കണം ഇവരെല്ലാം. 5 മിനിറ്റ് നിന്റെ കൂടെ നടന്നാ ഇങ്ങനെ ആയി പോകും ഇവരെല്ലാരും. പാവം ബോബി അണ്ണാ, നമ്മുടെ ബോബി അല്ലേ. എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞെ, നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചൂടപ്പം പോലെ ഇങ്ങനെ പോയി ഒരു 5 മിനിറ്റിൽ ഒരാളെ സെറ്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു? അല്ല ഇത് അണ്ണാ അഞ്ചില്ല, ഇത് 3 മാസത്തോളം നമുക്കുള്ള ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, കുട്ടിയാണോ കണ്ണാപ്പിയുടെ എക്സ്? അല്ല 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 ഇത് വേറെ ഇത് വേറെ ഇത് വേറെ. ആയിരുന്നു. ആ അതെ. ആയിരുന്നു. ഇപ്പം ഇങ്ങനത്തെ ഒരു ഇതിന്റെ അതെ, പക്ഷെ അത് കൊറേ നാളുകൾക്ക് മുന്നേ ആയിരുന്നു. ഇവനെ അറിയാതെ ഞങ്ങൾ ഇങ്ങനെ റിലേഷൻഷിപ്പിലാവണേ. അതെ 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 അതെ. ഏട്ടായിക്ക് വെള്ളം വേണോ? അയ്യോ എന്താ വാവയ്ക്ക് ഫുഡ് വേണോ? വേണ്ട ഏട്ടാ. അത്രല്ലോ അതെ. തല തല ഫുഡ് വാങ്ങിച്ചെടുക്കാൻ പോലും പൈസ ഇല്ലാണ്ടിരിക്കുക. നിങ്ങളുടെ ദൈവല്ലേ എന്നാ പറയണ, നീ നാളെ ഇവളുമായിട്ട് നടന്നാലും മുതുക്കിലൊക്കെ എല്ലാരും പറയും കണ്ണാപ്പിയുടെ എക്സായിട്ട് ഏബിള് പോകുന്നു. അത് നീ മെന്റലി അത് പ്രിപ്പയർഡ് ആണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ലടാ. ഇനി ഒരു ശക്തിക്ക് നിങ്ങളെ എതിർക്കാൻ പറ്റൂല. ഈ കല്യാണം ഞാൻ നടത്തി തരും. അണ്ണ ഇപ്പൊ കേൾക്കുന്നതോളം വരൂല്ലോ അണ്ണ. അഫക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോ തുപ്പി വിട്ടതാണ്ണ. പോയിട്ട് വന്നിട്ട് നമുക്ക് കിട്ടിയാണോ എന്തായി പോയിട്ട് പോരാ. കുറച്ചും കൂടെ നേരത്തെ വന്ന് ഇവളോട് സംസാരിച്ചിരുന്നൂടെ നിനക്കിനകത്ത്? എത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കണം? നിനക്കൊരു വൈകുന്നേരം ഒരു 4:30 തൊട്ടിനകത്ത് കയറി ഇരുന്നൂടെ? ഒരു രാത്രി ഒരു 12 മണി 1 മണി വരെ. അതിന്റെ മുഖം നോക്കുക. എങ്ങനെ തോന്നണോ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ടൈം സ്പെൻഡ് ചെയ്യണം ദയവ് ചെയ്ത്. അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലാത്ത ഈ പരിപാടിക്ക് നിൽക്കരുത്. ചുമ്മാ അവർക്ക് വിഷമം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അല്ല പക്ഷെ കറി അടക്കാൻ പൈസ ഇല്ല, അതാണ്. இப்பதான் டேசிக்கு 80 crores கிட்டிச்சு. കൊടുക്കാനുള്ള പൈസ ഒന്നും കൊടുത്തായിരുന്നു. டோன்ட் வரி, இல்ல எல்லா டேசி பார்த்து படம் பாப்பி. അല്ല ദേശീയ മറ്റേ എസ്കോർപ്പില്ല, അപ്പൊ അവർക്ക് കൊടുത്തു. നിന്റെ ഫോൺ നമ്പർ അല്ല അണ്ണന്റെ ID പറ, ഞാൻ നമ്പർ ഷെയർ ചെയ്യാൻ വേണമെങ്കിൽ. ഇല്ല ഫോൺ നമ്പർ പറഞ്ഞാൽ മതി, ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളാം. 9166 9166 1550 അണ്ണാ ഞാൻ വന്നണ്ണ. മോബി പലചരക്കട കൊടുക്കാനുള്ള ഒരുപാട് രൂപ അയച്ചിട്ടുണ്ടേ കേട്ടാ. അത് ഞാൻ പലചരക്കട കൊടുത്തേക്കണേ. അണ്ണ എനിക്ക് എന്റെ വാവയ്ക്കും കറങ്ങാൻ പോയ അണ്ണൻ പൈസ തരാന്ന് പറഞ്ഞായിരുന്നു. വാവയാവുമ്പോ തരാം വാവയ്ക്ക്. അല്ല വാവ പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കില്ലേ മാമ. അതാ അണ്ണൻ പരിചയപ്പെട്ടില്ല എന്റെ മാവനെ. ഒട്ടും വിശ്വസനീയമല്ല ഏബലെ. അണ്ണ ഇത് സത്യശബ്ദം, എന്റെ സ്വന്തം പെങ്കച്ച. എനിക്ക് വിശ്വാസമല്ല. ഒരു സെക്കൻഡ് ഏബലെ, ഒറ്റ സെക്കൻഡ്. പെണ്ണിനെ കെട്ടിപ്പിടിച്ച് നിൽക്കണോടാ. ഓടി ഓടി അപ്പുറത്ത് ബീച്ചേ കൂടി കള്ള കോച്ചെ ഓടല്ലേ. അണ്ണാ നോക്കണ്ട അയ്യോ Few minutes satisfaction അത് അങ്ങനെ ഒരു ഇത് സാറ്റിസ്ഫിക്കേഷൻ.
കാമക്കടിയൻ. ഇപ്പൊ ഒരു ഉമ്മ സത്യമായിട്ട് പെർമിഷൻ കൊടുത്തത് ഇങ്ങനെയാണ്. കണ്ടില്ലല്ലോ സർലേനോ എന്തൊക്കെ ചെയ്യണ്. ഇത് ആരാ ഈ കുട്ടിയുടെ പേരെന്താ കുട്ടി? സരള സർല അണ്ണാ ഇത് സരളയാണ്. കൊച്ച് ഞാൻ തന്നെ സരള ഓൾറെഡി സരളയുടെ അടുത്ത് പറഞ്ഞില്ലേ സരളക്ക് താല്പര്യം ഇല്ലെന്ന്. പിടിച്ചത് കൊടുത്ത മാസമാണ് എന്നിട്ട് set. ഓ കാമക്കടിയൻ കോച്ച് ഇഷ്ടമൊക്കെയാന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല ഞാൻ വിടത്തില്ല, എനിക്ക് ഇഷ്ടം. എന്നിട്ട് നീ അങ്ങ് ഡയറക്റ്റ് കയറി പിടിച്ചാ? ഞാൻ പിടിച്ചില്ല. അവതാ ഏറി പിടിച്ച്. അയ്യോ ഒന്നും അറിയാത്ത പോലെ ഇള്ള കുഞ്ഞു പോലെ വെടിയൊക്കെ വെച്ച് ലിപ് ലോക്ക് കൊടുത്ത് സർലേടെ ചുണ്ടക്കല മുറിഞ്ഞ അവിടെ. അണ്ണ അണ്ണ സ്മൂച്ചിങ്ങിന്റെ ഒച്ച കേക്കണായിരുന്നു അണ്ണ. സ്മൂച്ചിങ് കൊള്ളാടി അണ്ണാ, ഒരു സെക്കൻഡ് കിട്ടിയപ്പോ സർലേനെ എന്തൊക്കെയാ ചെയ്യുന്നേ കോച്ച്? ഡേസി പ്രഗ്നന്റ് ആണ്. നമ്മളെല്ലാരും കണ്ട്. സത്യം അവ തല സുറ്റി ജനങ്ങൾ മൊത്തം കണ്ടു കേട്ടാ. അണ്ണ വന്നപ്പോ കൈ നിറഞ്ഞോ? കാര്യം പറയാനുണ്ട്. അണ്ണ ഡേസി പറ്റുന്നുണ്ട് ഏറിഞ്ഞില്ലേ? ഡ്രസ് ഷോപ്പിൽ തലറങ്ങി വീണ്. എനിക്കൊന്നും പറയാനില്ലടാ ഇതിനകത്തൊന്നും. എന്നിട്ടും നമുക്ക് ലോയൽറ്റി പോയിന്റ് ഇല്ല അണ്ണാ. ഇതിനൊക്കെ സമയമുണ്ട്, ലോയൽറ്റി പോയിന്റിനൊക്കെ സമയമില്ല. അണ്ണ മൂവി എന്തോ പറയാണ്ടണ്ണ. അണ്ണ ഇവളുമാരുടെ ഇവന്റുമാരുടെ കപ്പിളും കൂടെ അണ്ണ അറിയാവോ? അറിയാവോ അണ്ണനെ? എടാ സാഗുരിനോട് പോലെന്ന് പറയടാ. സാഗുരിനോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയണേ, മേളിൽ നിപ്പുണ്ട്. അണ്ണാ എന്റെ ശരിക്കുള്ള ഒറിജിനൽ ട്രൂ വൺ ആൻഡ് ഓൺലി ഗേൾഫ്രണ്ടാ. ആരാന്നറിയോ അണ്ണനെ? ഇല്ല. ഈ നിക്കുന്ന മീര അണ്ണ. ഞാനേ ഈ ഗാംഗോസിന്റെ പൊറോശം ഞാൻ തുറന്നെടുത്തിട്ട് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ണാപ്പിയുടെ മാത്രം അപ്പി സെലക്ട് ചെയ്തെടുത്ത് ഞാൻ മുഖത്ത് പൊത്തും. ഒരു സംശയവും ഇല്ല. അണ്ണാ അത് സത്യമാണ്. എന്താ ചോദിച്ചോ മീരെ? ഹലോ എന്തോ കുട്ടി ഇവന്റെ ഗേൾഫ്രണ്ട് ആണോ കുട്ടി? ഹലോ ഹലോ അതെ. ഹലോ ഓ ഡിലേ കേക്കാവോ? കേക്കാം. ചെറുതായി കഴിഞ്ഞ ആഴ്ച ഇവൻ പഠിപ്പിച്ചു വെച്ചതാണല്ലേ? എന്താണല്ലേ ഓർക്കണേ? അല്ല ചെറിയ സമ്പർക്ക ഇഷ്യൂ ഉണ്ട്, ക്ഷമിക്കണം അണ്ണാ. സോറി. നിങ്ങൾ എപ്പോഴാ സെറ്റ് ആയത്? നമ്മളിപ്പോ ശരിയാണ് കല്ലിടാ എന്തോ കേട്ടില്ല. ശരിയാണ് പെരിയ കല്ലി ഇവതാ. പറഞ്ഞ മീര എപ്പോഴാ സെറ്റ് ആയത്? മാസങ്ങളായല്ലോ. ഞങ്ങൾ കൊറേ ഒരുമിച്ചാണ്. എടാ അപ്പൊ നീ കുറച്ചു മുമ്പ് വേറൊരു കാറ്റിയും കൊണ്ട് വന്നിട്ട് അതാണ് നിന്റെ ലൈൻ. അത് ഇവിടെ സിറ്റി ഇല്ലാത്ത അവിടെ കൊണ്ടുവന്നതാ. അത് നമ്മള് അണ്ണ നമ്മളെ ആക്ച്വലി ഓപ്പൺ റിലേഷൻഷിപ്പിലാണ് അണ്ണ. അപ്പം മനസ്സിലായോ? ഒരു മിനിറ്റ്, ഓപ്പൺ റിലേഷൻഷിപ്പോ? അത് ഓപ്പറേറ്റർ വെച്ചുള്ള ഒരു സാധനമാണ്. അത് ഓപ്പൺ ആണ്. അത് അണ്ണ ആരെ കുറിച്ചാ പറഞ്ഞേ? എന്നെ കുറിച്ചല്ലേ? കുട്ടി എന്നെ ഇപ്പൊ പരിചയപ്പെടുത്തുന്ന 4ാമത്തെ ഗേൾഫ്രണ്ട് ആണ് നീ പേബലിന്റെ. കണക്ക് ഒരു മിനിറ്റ്. ഓപ്പൺ നമ്മൾ 4 വർഷത്തെ റിലേഷൻഷിപ്പ്. ആ അണ്ണ 4 വർഷമായിട്ട് നമ്മൾ ഓപ്പൺ റിലേഷൻഷിപ്പിലാണ് അണ്ണ. എടാ എങ്ങനെയാണ് ചപ്പിരി തല ഇങ്ങനൊക്കെ സംസാരിക്കാൻ പറ്റണോ നിനക്ക്? അണ്ണത് ഓപ്പൺ ചെറുതായിട്ട് ആള് T47 കൂടെ അല്ല. നിനക്ക് അവളെ കൊണ്ട് കറങ്ങാൻ 5 കോടി, ഇവളെ കൊണ്ട് കറങ്ങാൻ 5 കോടി. ആരെയും ഒരാളെ കൊണ്ട് കറങ്ങാൻ 5 കോടി എന്നാ മതി അണ്ണ. ഞാൻ കൃതാർത്ഥന. കണ്ടാ കുട്ടി ഇപ്പൊ പറഞ്ഞോ, ആരെയും കൊണ്ട് കറക്കാൻ 5 കോടി കൊടുത്താൽ കണ്ടാ കൊണ്ട് തന്നെ നന്ദി കെട്ട ഉലകം. ഇങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ ഇപ്പൊ പെണ്ണ് കിട്ടുള്ളൂ, മനസ്സിലായേ? ഇല്ല എനിക്ക് എന്നാ സത്യം അല്ലേ മീരെ? അല്ലേ ബേബി? കയ്യിൽ 5 പൈസ എടുക്കാത്തൊന്നും പെണ്ണായിട്ട് നടക്കണ്ടാ. പഠിക്കുമോ? എന്നാ
അണ്ണൻ അങ്ങനെ പറയില്ല അണ്ണ 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 ഇത് ജീവിക്കാൻ അണ്ണനെ വേറെ ഉണ്ടായല്ലോ മാർഗ്ഗമില്ല അണ്ണ ഇത്. ഒരു സംസാരിക്കുന്നു. സംസാരിക്കുന്നത് മൊത്തം കട്ടായി പോന്നേട്ടാ. എല്ലാം കേക്കാം. No worries. ഹലോ ഹലോ അണ്ണൻ അണ്ണൻ മാത്രം ഉണ്ടായുള്ളൂ. ആരോ അതെ, അതെ, അണ്ണ അന്ന് എന്നെ കുറിച്ചാണ് മാത്രമുള്ള സംസാരിക്കുന്നത്. ഇവിടെ വേറെ ഗേൾഫ്രണ്ട് ഉണ്ടോ? കുട്ടി ഇല്ല നമ്മള് ഓപ്പൺ റിലേഷൻഷിപ്പിലായ കാര്യം അണ്ണ അറിഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നാളെയൊക്കെ ആവുമ്പോഴത്തേക്ക് ഇത് കേൾക്കുവാണെങ്കിൽ നാളെ എന്റെ അടുത്ത് റിപ്ലൈ പറയണേ. ഇപ്പൊ കേക്കാമോ? ഹലോ ഹലോ. ഞാൻ 7 മണിക്ക് സംസാരിച്ചതിന് ഇപ്പോഴാണ് എനിക്ക് റിപ്ലൈ ഇട്ടത്. അന്ന് ലേറ്റൻസി അതെ, അതെ, അതെ. ഹലോ ഹലോ. ഇപ്പൊ കേക്കാമോ? കേക്കാമോ? പറഞ്ഞോ. ആ ചോദിച്ചു. ഒരു മിനിറ്റ്. അന്ന് എന്നെ കുറിച്ച് തന്നെയല്ലേ സംസാരിക്കുന്നേ? അനു കോച്ചിന്റെ അടുത്ത് എന്റെ അടുത്ത് എച്ച് കണക്ക് പറയില്ലെന്ന് പറയണ 20 കോടിക്ക് ചാവ നടക്കുക. അണ്ണ ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചത് എന്നെ കുറിച്ചല്ലേന്ന്. അതെ അല്ലല്ല ഞാൻ ഇത്ര നേരം സംസാരിച്ചത് കാറ്റിയെ പറ്റിയാണ്. കാറ്റി കുറച്ച് മുമ്പ് എനിക്ക് കാറ്റിയുടെ കൂടെ കറങ്ങാൻ പോവാൻ 5 കോടി രൂപ വേണമെന്ന് പറഞ്ഞപ്പോ വന്നായിരുന്നു. ഒരു മിനിറ്റ് കാറ്റി വിളിക്കുന്നു. ഒരു സെക്കൻഡ്. ഹലോ കാറ്റി. ഹലോ ആ പറയടാ. ആരാ? വാസുണ്ണല്ലേ? അതെ. ഞാൻ എന്താ പുതിയതായിട്ട് സിറ്റിയിൽ വന്നതാണ്. അപ്പൊ അണ്ണനെ ഒന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു. ഞാൻ ബിസിയാണ്. പ്ലീസ് എന്റെ ഹെയ്റ്റർ ആവണേ. അവരിപ്പോ വരും ചാറ്റില്ലേ? അവരിപ്പോ ചാറ്റ് വരുവേ. അണ്ണ അണ്ണ ഇതാണ് അണ്ണ സത്യം. മീരയാണ് എന്റെ ശരിക്കുള്ള OG ഗേൾഫ്രണ്ട്. അണ്ണ ഞങ്ങള് 4 വർഷമായിട്ട് ഒരുമിച്ചാ. ആ അതെ അതെ. 4 വർഷമായിട്ട് ഒരുമിച്ച. ഓക്കെ, പിന്നെ കമ്മിറ്റഡ് ഓപ്പൺ റിലേഷൻഷിപ്പ്. അതെ അതെ ഓപ്പൺ റിലേഷൻഷിപ്പ്. അപ്പൊ ഓപ്പൺ ആണ്. എന്തോ അതായത് ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്ക് മീരയ്ക്ക് വേറെ ആരായിട്ടുള്ള റിലേഷൻ വെക്കാവോ? അല്ല, എനിക്ക് നിനക്ക് മാത്രം. സൂപ്പർ. അല്ല മീരയ്ക്കും പറ്റും. എന്നാ ചന്ദ്ര മീരയുടെ ഐ ലവ് യു പറയാൻ. മീര ഐ ലവ് യു. ഐ ലവ് യു ടു ചന്ദ്ര. ഓക്കെ, ഐ ലവ് യു. ഓക്കെ അപ്പം അപ്പൊ നിങ്ങൾ ഡേറ്റിലൊക്കെ പോയിട്ടോ ചന്ദ്ര. ഒരു 5 കോടി രൂപ നിനക്ക് തരാം. വാ. മീര വാ. എന്നാ അപ്പൊ ഞാൻ ഓപ്പൺ റിലേഷൻഷിപ്പ് അല്ലേ? അയച്ചിട്ടുണ്ടോ ചന്ദ്ര? നമ്മള് ക്ലോസ് മീരയായിട്ടൊന്ന് കറങ്ങിയിട്ടൊക്കെ പോണേ. ഒന്നും വേണ്ട. ഞാൻ ഇങ്ങനെ വണ്ടിയിലോട്ട് കയറണേ പ്ലീസ്. കേറാം. എന്റെ 5 കോടി. ഹലോ. വാസുമോനെ മുച്ചിരിയുടെ വാപ്പാ. മുച്ചിരിന്റെ അവിടെ മുച്ചിരി ഇല്ല, വന്നിട്ടില്ല. കൊടുക്ക പോകാൻ പോയേ. അവനെ ഞാൻ അങ്ങനെ കാണാറേ ഇല്ല. എന്തിപ്പോ ഒരു ചെറിയൊക്കെ എന്തൊക്കെ പ്രശ്നത്തിലാണെന്നറിയോ മുച്ചിരിയുടെ വാപ്പേ? എന്തേ പ്രശ്നം പറഞ്ഞോളി. മൊത്തത്തിൽ പ്രശ്നമാ. എന്താണ് അവനെ കൊണ്ട് പ്രശ്നം, എന്തപ്പാ അവന്റെ അങ്ങനെ വാപ്പയെ പ്രശ്നം? കൊണ്ട് പ്രശ്നം. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ഞാൻ ഇപ്പൊ എന്താ ഇങ്ങക്ക് അതാ കണ്ണും കാണണില്ലേ നായിക്കൊന്നും. ഞാനിപ്പോ ഇങ്ങക്ക് എന്ത് തുൽമ ഉണ്ടാക്കിയത് എന്നെ കൊണ്ട് പ്രശ്നം ഉണ്ടാകാന്? ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ച് മുച്ചിരിയെ പറ്റി തിരിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ ഞാൻ ഇത് വിളിച്ചണ എന്തിനാണെന്നില്ല ഇങ്ങക്ക് അറിയില്ലല്ലോ. എന്തിനാ വിളിച്ചതേ? നമുക്കിന് ഇന്നലെ 18 വയസ്സായിക്കണ്. 18 വയസ്സായവന്. ഇനി അവന് ഇഷ്ടമുള്ളവരോട് ജീവിക്കാം അവന്. അതല്ലല്ലോ ഇപ്പോൾ വിഷയം. അപ്പൊ അതല്ല, പിന്നെ ഓനെ കൊണ്ടുകണ്ട് സുന്നത്ത് അയച്ചണം. ഹലോ ആസുവാനെ. അല്ല അവിടെ ഉണ്ടോ? ഒടുക്ക പോയി പോണത് ഇടക്കിടക്ക്? ഞാണ്ട് വരാം. ഞാൻ ഇവിടെ എത്തിക്കണ്. പെരയുണ്ടോ? പെരയിലുണ്ടോ? അല്ല ഓനെ കൊണ്ടേക്കാണ്ട് സുന്നത്ത് അയപ്പിച്ചണം. ഇനിയിപ്പോ 18 വയസ്സായില്ലേ? അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങളാ. നമുക്കതില് എതിർപ്പൊന്നുമില്ല. അതിന് എതിർപ്പിന്റെതല്ല പറയണത്. പിന്നെ ഓനൊന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാലപ്പോ കേക്കുള്ളൂ. ഉന്നത്ത് ചെയ്യാൻ ഞാൻ അവനെ എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യും? ഓനെ ചെറുപ്പത്തിലായി ചെയ്തിട്ടില്ലേ. ഇപ്പൊ ഇനിയിപ്പോ വെച്ചോണ്ട് ഇറക്കാൻ പറ്റൂലല്ലോ. ഇനിയിപ്പോ 10-18 വയസ്സായാലും ഇനിയിപ്പോ ഒരു പെണ്ണൊക്കെ കെട്ടണമെങ്കിൽ ഞാൻ എന്തായാലും
സംസാരിച്ച് നോക്കാം. എന്തായാലും ഉച്ചയുടെ വാപ്പ വാ, നമുക്ക് ഇവിടെ നേരിട്ട് കണ്ട് സംസാരിക്കാം. പോട്ടെ, ഞാതാ പെരന്റെ മുമ്പില്. ഇതാ വരുന്നു. ഞാൻ സുന്നത്താറിന് ഞാൻ ചെയ്യത്തില്ല കൈസ്, എനിക്ക് മതിയായതാ ജീവിതത്തിൽ അത്. അണ്ണ എന്താടാ എന്റെ ഒറിജിനൽ ഗേൾഫ്രണ്ട് വന്നിട്ടുണ്ട്. പ്രൈവറ്റ് ബസ് പോയണ്ടാ ആര്? പുതിയ ശരിക്കുള്ള എന്റെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മീരയാണ്. പക്ഷെ അവസരം ഞാൻ ഇപ്പൊ വന്നതേ അണ്ണ എന്റെ അപ്പാർട്ട്മെന്റിലെ ഫുള്ള് സാധനങ്ങളൊക്കെ വെച്ച് നിറച്ച് വെച്ച് അണ്ണന്റെ അപ്പാർട്ട്മെന്റ് താക്കോളം തരും. ഇല്ല തരത്തില്ല. അണ്ണ എന്റെ ഞങ്ങൾക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ. അണ്ണ അത് ഞാനിപ്പോ ചന്ദ്രൻ എല്ലാം പറഞ്ഞു എന്താ സംഭവം. എനിക്ക് വേണ്ട ഇങ്ങനത്തെ നീ പോയി നിന്റെ കാറ്റിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. കാറ്റിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ 5 കോടി. അതെ അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഇതുവരെ. ഒരു സെക്കൻഡ്. പിന്നെ എന്നാ ഇത് സായി പല്ലവി. ഇത് സായി പല്ലവിയാണ്. കുരുവി. ഇതാണ് സായി പല്ലവി. അതെ, കുരുവി എക്സ് സായി പല്ലവിയാണ്. അത് സായി പല്ലവി ഒരു ഓട്ടോ പേരോ സിറ്റിയിൽ വലിയ ഫേമസ് ആണ്. അണ്ണ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മീര, ഞാനിപ്പോ കമ്മിറ്റഡ് ആകാനുള്ള ഒരു മൂഡിലല്ല ശരിക്കും പറഞ്ഞ. ഇവൻ ഈ ഓപ്പൺ റിലേഷൻഷിപ്പിന്റെ സംഭവം എനിക്ക് എന്താന്ന് പോലെ അറിയത്തില്ല. ഇതിങ്ങനെ ലൈക്ക് കോൺസെപ്റ്റ് എനിക്ക് അറിയത്തില്ല. ഇവൻ എന്തിനാ ഏതാണ് ഈ കാറ്റിയാന്ന് പോലും എനിക്ക് അറിയത്തില്ല. അത് വേറെ കാര്യം. പക്ഷേ ഇവൻ ഇങ്ങനെ കാണിക്കുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞങ്ങള് 4 വർഷത്തെ നമ്മളെ മനുഷ്യന്മാരെ നമ്മളെ വിചാരിക്കണ പോലെ അല്ല. അതാ സത്യം. ഈ കേറ്റി ഇപ്പോഴും എന്റെ അടുത്ത് വന്ന് സംസാരിച്ച് ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പാരന്റ്ലി കേറ്റിക്ക് അവൻ പൈസ എനിക്കിനി ഇങ്ങനത്തെ ഒരു ചെറുക്കനെ വേണ്ട. എന്നെ പൈസ കൊടുത്തിട്ടുണ്ടോ അസഭ്യം വിളിച്ച് പറയരുത് കേട്ടോ. നമുക്ക് അറിവില്ലാത്ത ക്യാറ്റ് ഞാനാണ്. എനിക്ക് അതുകൊണ്ട് ഞാൻ ഇവനെ ബ്രേക്കപ്പ് ചെയ്തു. ഇവൻ 2 മിനിറ്റിൽ വേറെ പെങ്കൊച്ചിന്റെ അടുത്തും വന്നോണ്ട് എന്റെ അടുത്ത് വന്ന് എന്നിട്ട് പറയണത് അതെ കൊച്ചെ കൂടുതൽ പറയല്ലേ. എനിക്ക് നീ ഇവനെ വേണ്ട. അയ്യോ എന്റെ ദൈവമേ, ഏത് നേരത്താണ് ഇങ്ങനെ. കൊച്ചെ ഞാൻ നോക്കിക്കോളാം ഇവനെ. നമുക്ക് അറിവില്ലാത്ത ഓരോ അബദ്ധങ്ങൾ പറ്റത്തില്ല. നീ കാണുന്നു നോക്കി, ഇവിടെ യൂണിവേഴ്സ്, അപ്പുറത്ത് ഒരു യൂണിവേഴ്സ്, അതിന്റെ അപ്പുറത്ത് വേറെ യൂണിവേഴ്സ്. ഇത്രേ ഉള്ളൂ മനുഷ്യന്മാരൊക്കെ. അതെ അതെ മനസ്സിലായി. നീ എന്റെ അയലത്തോന്നേക്കരുത്. നിന്റെ തുപ്പി കവർ കെട്ടി അറിയുമ്പോ മാറിപ്പോ. ഒരു പെണ്ണിനെ ചതിച്ചിട്ട് മുന്നിൽ നിൽക്കുന്ന നമുക്ക് ടിവിയുടെ പേരിലൂടെ വരുമോന്നാണ് എന്റെ പേടി. ഇത് നോക്ക് മീര അവിടെ സംസാരിക്കുന്നത് ഓപ്പൺ റിലേഷൻഷിപ്പിലും കേറി പോകാണ്ട് നോക്കിക്കോ. നമ്മളൊരു പ്രോപ്പർ റിലേഷൻഷിപ്പിലായ അണ്ണൻ പറഞ്ഞത് കൊണ്ട് ഞാൻ അണ്ണൻ പറഞ്ഞത് ഞാൻ കേട്ടു. മീരായിട്ട് പ്രോപ്പർ റിലേഷൻഷിപ്പിലായല്ലേ? അതെ 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 അതെ. എടാ ഈ കൊച്ചിന്റെ കണ്ണി നോക്കിയിട്ട് നിനക്ക് അത് പറയാൻ പറ്റുന്ന നോക്കി. അയ്യോ എനിക്കിനി വേണ്ട. എനിക്ക് ഇങ്ങനത്തെ ഒരുത്തനെ വേണ്ട. നീ പോയങ്ങ് പ്രേമിക്ക. നീ സന്തോഷമായിട്ടിരുന്നാ മതി. മനസ്സിലായി? നിന്റെ എൻഡ് ഓഫ് ദ ഡേ നിന്റെ സന്തോഷാണ്. പോ അത്രേ ഉള്ളു. ദൈവത്തെ ഓർത്ത് പോ. ഇപ്പൊ എടാ ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് ചില ആൾക്കാർക്ക് ഈ നാണം കൂടുതലായിരിക്കും, ചിലർക്ക് നാണം കുറവായിരിക്കും. ഈ നാണോ മാനോ ഇല്ലാത്ത ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണണേ. ആരെണ്ണ ഏബലാണോ? പിന്നെ അണ്ണ എനിക്ക് പണ്ടേ നാണോ മാനോ എന്ത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് നീ കുറച്ച് നാള് മീരയുടെ കൂടെ നടക്കുന്ന കണ്ടിട്ട് പൈസ തരാം. അണ്ണാ പക്ഷേ ഇത് കുറച്ചുനാൾ നടക്കാൻ ഒരു 5 കോടിക്ക് വേണ്ടി നീ ആരെയൊക്കെ കൊണ്ടുവരുവാ?
5 കോടിയൊന്നും ഇത് നാളെ TG-യില് കൊമ്പൻ ഒരു 10 കോടി തന്നു, നീ എന്നെ ഓസ്ട്രേലിയായിട്ട് അവിടെ കൊണ്ടുവിടും. ചുമ്മാ അണ്ണാ തൂക്കി വെക്കണ്ട, കിട്ടുന്ന വിലക്ക് തൂക്കി വെക്കണ്ട, ഉറപ്പാണ്. മുച്ചിരി വന്നോടാ, മുച്ചിരി. ഇവിടെ അങ്ങോട്ട് പോയി. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാവേ. മുച്ചിരി, ഹലോ അണ്ണാ, നിന്റെ വാപ്പാ, മുച്ചിരി വാപ്പാ. ബാപ്പല്ലേ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒന്നുമല്ല ഫേക്ക് എന്ന് പറഞ്ഞു. എടാ ഞാനിപ്പോ വരാവേ ബോബി. മുച്ചിരിയുടെ വാപ്പേ, മുച്ചിരി വന്നേറ്റൂടെ, എന്നോട് വന്നേ. ഉപ്പൊന്നുമില്ല, പോറാ. എന്തൊക്കെ ക്യാരക്ടേഴ്സ് എവിടുന്നൊക്കെയാ വരുന്നത് അല്ലേ ഗൈസ്? ഫേക്കാന്ന് പറഞ്ഞത് ഫേക്കാന്ന്. പക്ഷേ മറ്റേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഫസ്റ്റ് സ്റ്റേജ് പോലും പാസ്സായില്ല, കോടതിക്ക് പോലും എത്തിയില്ല. പോലീസുകാർ തന്നെ പറഞ്ഞു ഇത് ഫേക്കാന്ന്. കാരണം എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അല്ല, ഒന്നും കറക്റ്റ് അല്ല ആള് കൊടുത്ത എല്ലാം ഫേക്കാ സർട്ടിഫിക്കറ്റ്. ചന്ദ്ര ഇങ്ങോട്ട് വന്നേ. ചന്ദ്ര ഇങ്ങോട്ട് വന്നേ. ആ ചന്ദ്ര, ഇത് മുച്ചിറിയുടെ വാപ്പ. ഫേക്ക് ഒറിജിനൽ അല്ലേ ഇവന്? ഒറ്റ മിനിറ്റ്. എടാ മുച്ചിറിയുടെ വാപ്പയ്ക്ക് അവനിപ്പോ ഇന്നലെ 18 വയസ്സായല്ലോ. ചന്ദ്ര കേക്ക് പറഞ്ഞ കേക്ക്. മുച്ചിറിക്ക് ഇന്നലെ 18 വയസ്സായല്ലോ. അപ്പൊ വാപ്പയ്ക്ക് ഇവനെ സുന്നത്ത് ചെയ്യിപ്പിക്കണമെന്നൊരു ആഗ്രഹം. അന്റെ ഓൾറെഡി സുന്നത്താക്കിയല്ലോ നോക്ക്. ബീച്ചില് ക്വാർട്ടർ സുന്നത്ത് ഹാഫ് സുന്നത്തിന് എന്നാ അർത്ഥം? വായിൽ വെക്കാനൊക്കെ എന്തൊക്കെ പറയണം എനിക്കറിഞ്ഞൂടെ. മുച്ചിറിയുടെ വാപ്പ അവന്റെ സുന്നത്ത് കഴിഞ്ഞതാണ് ഓൾറെഡി പറയണേ. അത് ഞാൻ കാര്യം പറയട്ടെ, ഇത് മറ്റേ ഒസാനല്ല ചെയ്തത്, ഇത് വേറൊരു ഗ്യാങ് ആണ് ചെയ്തത്. ഒരു ഗ്യാങ്ങും ഇല്ല, ക്വാർട്ടർ ഓൾറെഡി ഹാഫും ഫുള്ളൊന്നും ഇല്ല ഇനി സുന്നത്തിന്, ക്വാർട്ടർ മാത്രമേ ഉള്ളൂ മോനെ. വാപ്പയാണോ മോനെന്ന് വിളിക്കണേ? നിന്റെ വാപ്പയാണോ നീ മോനെന്ന് വിളിക്കണേ? ഞാൻ പറയുന്നേക്ക അണ്ണാ. ശരി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എവന്റെ വാപ്പ എന്ന് പറയുന്ന എവന്റെ ഫുൾ പേരെന്താ? അത് ചാറ്റ് ഇടുമ്പോ കാണുന്നില്ലേ ട്വിറ്ററില്? ഞാൻ ഫേമസ് അല്ലേ ഇൻസ്റ്റാഗ്രാമിൽ. നിങ്ങൾ അവനെ ഇട്ടിട്ട് പോയുള്ള കാര്യം എന്താണ്? ഞാൻ ഇട്ടിട്ട് പോയതല്ലല്ലോ ചന്ദ്ര, ഞാൻ കൊന്നയാണ് എന്റെ ഉപ്പനെ. പിന്നെ എന്താ ഇയാള് പറയുന്നത്? വാസുമോനോട് ഞാൻ പറഞ്ഞിട്ടല്ലോ. യവൻ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോ പറഞ്ഞെന്ന് പറഞ്ഞ യവൻ അവന്റെ ഉപ്പനെ കൊന്നെന്ന് പറഞ്ഞു. പിന്നെ യവന് ഫുഡും ഡ്രസ്സൊക്കെ ഞങ്ങളൊക്കെയാണ് വാങ്ങിച്ചു കൊടുക്കണേ. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ അവന്റെ ഗ്യാങ്ങിൽ കയറ്റിയത്. അതിന്റെ കഥ തന്നെയാണ് ഞാൻ വാസുമോനോട് പറഞ്ഞെടുത്തത്. ആ പറ. 4-ാം വയസ്സിൽ ഞാൻ ഗൾഫിക്ക് പോയതാണ്. അപ്പൊ നോക്കാൻ പറ്റിയിട്ടില്ല. പോലീസ് സ്റ്റേഷൻ പോവാ. ഡേറ്റ് ഓഫ് ബർത്ത് എത്ര? ഫെബ്രുവരി 2. ഓക്കെ. അന്ന ഇയാള് തന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഞാൻ ഒന്ന് അയച്ചേരേ അണ്ണന്. ഇപ്പൊ എങ്ങനെ അയക്ക? അയച്ചേരാ. അണ്ണന്റെ നമ്പർ ഇതാ. എന്റെ നമ്പർ അറിയത്തില്ല നിനക്ക്? അത് ഇങ്ങനെ സേവ് ആക്കണ്ടേ? വെയിറ്റ് ആക്കാം. ഒരു കൂട്ടത്തിൽ നടക്കണ ആളെ ഫോൺ നമ്പർ എന്റെ കയ്യിലില്ല. സ്വന്തം വാപ്പയെ വേണ്ടെന്ന് പറഞ്ഞല്ലേ വാപ്പ? എത്തപ്പോ അവന് കാട്ടണേ? അണ്ണ വെയിറ്റ് ആക്ക്, അണ്ണ വെയിറ്റ് ആക്ക്. നല്ല ഇത് കാണാം അണ്ണ. ഈ ഫസ്റ്റ് സ്റ്റേജ് പോലെ പാസ്സായില്ല. വെയിറ്റ് ആക്ക് അണ്ണ. ഇത് പോലീസ് സ്റ്റേഷൻ പോയിട്ട് ആള് കേസ് കൊടുത്ത്. ആളിപ്പൊ പറയുന്നത് ഫെബ്രുവരി 2 അല്ലേ? കത്തി ബാറ്റിംഗ് കുത്തി. ഞങ്ങൾ പലരും ഇവിടെ അച്ഛനില്ലാതെ വിഷമിക്കുന്നുണ്ടോ? നിനക്ക് ഒരു അച്ഛന് ഒരാള് വന്ന് തന്ത മന്ദാരണ്ടേ? മുച്ചിറി നീ എടാ അങ്ങേറെ മുഖത്ത് വിഷമം നോക്കണം മുച്ചിറി. എത്ര നാളായിട്ട് അതൊരു ഫേക്ക് ആണെങ്കിൽ ഇത്രയും നാള് നിന്റെ പുറകെ നടക്കൂടാ. ആ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ പോലീസ് സ്റ്റേഷൻ പോയെന്ന് വെച്ചാൽ ഇന്ന ആളെ കാണുന്നതാണ്. നിനക്ക് വേണ്ടി സംസാരിക്കുക ഒത്തിരി വട്ടം നിന്റെ വാപ്പ എന്നെ വിളിക്കുമായിരുന്നു.
അണ്ണ അന്ന് ഒന്ന് ഫോൺ എടുത്ത് നോക്ക്. ആള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൊടുത്തത് ഈ സർട്ടിഫിക്കറ്റ്. അന്ന് ഒന്ന് നോക്കിയേ. നീ സർട്ടിഫിക്കറ്റ് ഒക്കെ മനുഷ്യനുണ്ടാക്കുന്നത്. അതെ അല്ല, ഓന് നാളെ- കണ്ടിട്ട് മനസ്സിലാവണ്ടേ? ശരി നാളെ ഞങ്ങള് ഒരു DNA അറേഞ്ച് ചെയ്യാം ഹോസ്പിറ്റലിൽ. പാസ് ആണ്ടേ? പാസ് ആന്നില്ല. ഇയാള് കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞെങ്കിൽ പ്രൂവ് ആയിട്ടില്ലല്ലോ ഇയാളൊന്നും വിളിക്കാതെ. എങ്ങാനും നിന്റെ വാസു അവൻ വിളിച്ചോട്ടെ. ഓനിപ്പോ 18 വയസ്സായില്ലേ, വാപ്പാന്റെ അടിയൊക്കെ ആയില്ലേ. മുച്ചിരി ലാസ്റ്റ് ഇപ്പൊ തെളിഞ്ഞാ തന്നെ നീ ഇപ്പൊ എടാ പോടാ വിളിച്ചാലും വൃത്തിയായില്ലേ? തെളിയൂല അത്ര എങ്ങനെ ഇപ്പൊ കൺഫർമേഷൻ. തെളിയാക്കണം തന്തേനാ മുച്ചിരിയെ? കൊന്നേ അത്ര തെളിവ് ഇത്ര ഇത് നമുക്ക് മൂന്നാമത്തെ വയസ്സിനെ ആ കൊന്ന നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 3-ാമത്തെ വയസ്സിൽ 5-ാമത്തെ വയസ്സിൽ എടാ 3-ാമത്തെ വയസ്സിനൊക്കെ എഡിറ്റ് പെടുക്കാനുള്ള ആംബിയറുകൾ നിനക്ക് ഉണ്ടാവില്ല. നീ എങ്ങനെ പറഞ്ഞാൽ അനക്കില്ലാണ്ടാവൂലല്ലോ ചന്ദ്രു. നിനക്ക് എക്സ്ട്രാ വണ്ടി ഉണ്ട് എനക്ക്. അല്ലല്ല കത്തി ബേറ്റൊക്കെ അങ്ങ് കുത്തി. 3-ാം വയസ്സില് കൊന്നു പറയും. അതിപ്പോ ആരാ പോയി? മൂന്നാമത്തെ വയസ്സിൽ എങ്ങനെ കൊല്ലും? 3-ാം വയസ്സിൽ അങ്ങനെ ഒരു കളി വേറെ അവിടെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ പെരിയിൽ കിടന്നത്. അത് ഞാൻ എന്ത് പറയാനാ, എനിക്ക് ഇത്രയല്ല പറ്റുള്ളൂ. എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ? ഞാൻ അവന്റെ അടുത്ത് അവനെ നിർബന്ധിച്ച് നിങ്ങളെ വാപ്പാന്ന് വിളിക്കാൻ പറ്റുമോ, വിളിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞപ്പോ അതല്ല മനസ്സിലായിട്ടില്ല മാസൂന്. ഞാൻ പറഞ്ഞെന്താന്നല്ല മാസൂന് മനസ്സിലായിട്ടില്ല. അല്ല, എനിക്ക് ഇവനോട് പറയാനല്ല പറ്റുള്ളൂ. അതല്ലാന്ന്. പിന്നെ 3-ാം വയസ്സിലും അവൻ വാപ്പാനെ കൊന്നു പറയുന്നു. അതിപ്പോ ഏതാ ഞാൻ അറിയാത്തൊരു വാപ്പ? അങ്ങനെ ഒരു കളി അവിടെ നടന്നീനി. അപ്പൊ അതിന്റെ അടിയില് നിങ്ങളെ കുടുംബ പ്രശ്നമൊക്കെ ഞാൻ എങ്ങനെ തീർക്കും? ഇതിപ്പോ മോനോടുള്ള സംശയം, ഇനി നിങ്ങൾക്ക് പെണ്ണുപിള്ളയോട് സംശയം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതെ കലന്തരാജി നിങ്ങളമ്മ മരിച്ചു തീർന്നില്ലേ? ഫുഡ് കഴിക്കാതെ ബോധം കെട്ടവനാണ്. കുഴപ്പമൊന്നുമില്ല. മാറ്റാ ഈ വള്ളത്തിലൊന്ന് മുക്കിയെടുത്താ മതി. അവ ബോധം പോയത്. ആസ്വാനെ ഇപ്പൊ എന്താ ഇത് ചെജ്ജ പറഞ്ഞ മാതിരി ഒന്ന് കൊണ്ടേക്കാണ്ട്. അല്ല വാപ്പയായിട്ട് ഇപ്പൊ ഓനെ അംഗീകരിച്ചാൽ കജൂലെങ്കിൽ വേണ്ട. നമുക്കിപ്പോ അതില് സങ്കടമൊന്നുമില്ല. ഓനിപ്പോ നമ്മളൊക്കെ ഓനിപ്പോ ഈ പ്രായമൊക്കെ ആകണ്ടിയല്ലേ. അപ്പം കാര്യങ്ങളൊക്കെ ഓന്റെ കാര്യങ്ങൾ തീരുമാനിച്ചാൻ അയക്കണെന്നുണ്ടെങ്കിൽ ഓൻ തന്നെ തീരുമാനിച്ചിട്ട്. ഒരു അടി അറിയാണ്ട് അടിച്ചപ്പോ ചത്ത്. എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ ഓന്റെ കാര്യങ്ങള് ഓൻ തീരുമാനിച്ചാൻ അയക്കണമെങ്കിൽ ഒന്ന് തീരുമാനിച്ചോട്ടെ. അല്ല വാസന ഞാൻ ഡൗട്ട് വെക്കട്ടെ. ഗ്യാങ് സ്റ്റാർട്ട് ആണെങ്കിൽ ലോയൽറ്റി പോയിന്റ് കുറയത്തുള്ളൂ. ആണ് അണ്ണ എല്ലായിടത്തും പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തേ. എടാ ടീം ഗില്ല് ചെയ്യേണ്ട ആളിയാ. ചില്ലുണ്ട് അത് അറിയാണ്ട് തട്ടിയപ്പോ ചത്തയാ. ഒരു ലൈഫ് ഓറ വരണം. എന്തായാലും നമുക്ക് തീരുമാനം ഉണ്ടാക്കാം വാപ്പ, പൂച്ചറിയുടെ വാപ്പ. അല്ല ഓൻ പറയുന്ന മാതിരി നടന്നോട്ടപ്പഞ്ഞ്. ഇനിയിപ്പോ ഏതാ ഞാൻ പറഞ്ഞപ്പോ മാസം ഒന്ന് കാര്യത്തിൽ എടുക്കണം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു വെച്ചാണ്ട് ഓനിപ്പോ ഇടങ്ങാറാവണ്ട. കാരണം ഇജൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി ഓന്. 18 വയസ്സായില്ലേ, ചെജ്ജണം. ഇല്ല ഇങ്ങനെ ഒരു മോനാണ് നിർബന്ധമാണ്. ഇത്രയും പറഞ്ഞില്ല, തള്ളി പറഞ്ഞല്ലേ. അല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രുമോനെ, ഓനിപ്പോ എന്നെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ വേണ്ട. കാരണം അപ്പാന്റെ സ്ഥാനത്തായിട്ട് അപ്പാന്റെ സ്ഥാനത്ത് നിന്നിട്ട് വാസുമോൻ നടത്തി കൊടുത്താ മതി. നിങ്ങക്ക് മോനായിട്ട് എന്നാതെയാ? നമ്മക്കിപ്പോ അതൊക്കെ നിങ്ങളെ കുടുംബത്തിലെ നമുക്ക് ഇപ്പൊ വാസവനാണെങ്കിൽ തന്തയില്ല, എനിക്കാണെങ്കിൽ അച്ഛനില്ല, ആരെന്നറിയില്ല. ഞങ്ങൾ അനാഥ. സോറി അതിനൊക്കെ വരുന്നത്. അതെ ഞങ്ങൾ അനാഥരായിട്ട് ജനിച്ച് വളർന്നതാണ്. അപ്പൊ ഞങ്ങക്ക് എന്ന് പറഞ്ഞാ അച്ഛാ വിളിക്കാൻ കൊതിയാണ് സത്യം പറഞ്ഞ. ആരേലും എവനൊക്കെ കിട്ടിയതിന്റെ കൂടുതൽ അതിന്റെ അഹങ്കാരം. നിങ്ങള് പാപ്പാന്ന് വിളിച്ചോളി, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കുടുംബത്തിലുള്ള എല്ലാരും ഇപ്പൊ ഇപ്പൊ എല്ലാരും എന്റെ മക്കളെ മാതിരി തന്നെയാണ്. ആസുണ്ടോ അവിടെ? ആസിനെ മകനായിട്ട് കാണാൻ കൂടില്ല. കാരണം ഞാനും അവനും ഒരു ബെഞ്ചിൽ കുത്തിർന്ന് പഠിച്ചതാ. ആശി നല്ല നമ്മള് കണ്ടാ പറയട്ടെ. ആശി ഇത്ര പ്രായമുള്ള ഒരു മനുഷ്യനാണെന്ന്. അത് നിങ്ങക്ക് തോന്നായിട്ടാണ്. ഞാനും ഓനൊക്കെ ഒരു ബെഞ്ചിൽ കുത്തിർന്ന് പഠിച്ചതാ. ഓനൊക്കെ 4-ാം ക്ലാസ്സിൽ മറ്റേ ഞാനും ഓനൊക്കെ പഠിച്ച സമയത്ത് മറ്റേ ഇന്റർവെല്ലിന്റെ സമയത്ത് ഓൻ ടൗസർ കൂടെ തൂറി പാഞ്ഞിക്കണ്. അറിയ നിങ്ങക്ക്? അന്ന് ആ കഥയൊന്നും നിങ്ങക്ക് അറിയില്ലല്ലോ. ഇവിടെ
ഇല്ല അത് നോക്കറുണ്ട് നമ്മൾ പറയണതൊക്കെ. ഞങ്ങളെ രണ്ടാളും മറ്റേ സീനിയർ ഇനി മറ്റേ മെന്നി. ഓ ആണല്ലേ, സീനിയർ ആയിരുന്നല്ലേ നിങ്ങടെ? മെന്നിന്റെ ലൈനേനി മറ്റേ അമ്മായി ഏത് കേവലുണ്ടായിരുന്നല്ലേ ഒരു അമ്മായി. ഇവരെല്ലാം നിങ്ങളുടെ പണ്ടത്തെ ആൾക്കാരൊക്കെ. എന്തായാലും നന്നായി. എന്തായാലും വാപ്പ വിഷമിക്കണ്ട, നമുക്ക് ഇവരെ എങ്ങനെയും പറഞ്ഞ സുന്നത്തിന്റെ കാര്യത്തിൽ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാം. അത് എന്തായാലും ചെയ്തു കൊടുക്കണം മനു. മറ്റേ വാപ്പല്ലെങ്കിലും വേണ്ടില്ല, അതെന്തായാലും ചെയ്തു കൊടുക്കണം. ഓക്കെ, അത് സെറ്റാക്കാം. ഞാൻ പോയിട്ട് വരണേ. ഓക്കെ ഞാൻ അന്ന ഓൾറെഡി ക്വാർട്ടർ കഴിഞ്ഞാ ഇനി ഓഫ് ആക്കണ സുന്നത്ത്. ഈ ക്വാർട്ടർ എങ്ങനെ കഴിഞ്ഞ മുച്ചിരി? ക്വാർട്ടർ എന്ന് പറയുമ്പോ ക്വാർട്ടറായി മനസ്സിലായാ? പെണ്ണുങ്ങളെല്ലാം ഉണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞുതരവാ. അല്ല സ്റ്റീവൻ കോച്ച് വെളിയിലോട്ട് പറഞ്ഞ, ഞാൻ വെളിയിലുണ്ടാവേ. രണ്ട് ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നേ, അപ്പൊ രണ്ടുപേരെ നോക്കി അത്യാവശ്യം ചെലവൊക്കെ. ഒരാളെ നോക്കാനുള്ളതിൽ എണ്ണം തന്നിരുന്നെങ്കി പെർമിഷൻ തള്ളിക്കോട്ടെ ഞാൻ. പിന്നെ അടിച്ചു മൂടി കുഴിച്ചിട്ട് ഈ വെള്ളത്തിലാണ് അണ്ണ ആച്ചി. അണ്ണ ഇങ്ങനെ ഞാൻ പോയിട്ട് വരാം. ആണ് ബൈ 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 എല്ലാവർക്കും. ബൈ ബൈ. ബൈ ബൈ.